പാട്ടുപാടത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഗരുഡ വ്യൂഹം ഒരു സംവാദ മത്സരമാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി എനിക്ക് ഒരാളെയും കൂടെ ക്ഷണിക്കാനുണ്ട്. സ്വാഗതം ചെയ്യാം ക്രിസ് വേണുഗോപാലിനെ. നമസ്കാരം. അപ്പൊ ക്രിസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സംവാദ മത്സരം? ഇപ്പൊ രണ്ട് അധ്യായങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്? ഓരോ റൗണ്ട് കഴിയുമ്പോഴും കുട്ടികളുടെ ഊർജ്ജം കാണുമ്പോൾ കൂടുതൽ നമുക്ക് ആവേശമാണ് പകരുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന മത്സരത്തിൽ തീപാറുന്ന മത്സരം, കൊച്ചു കുട്ടികൾ വരെ എങ്ങനെയാണ് ഇത്രയും ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്ഭുതം തോന്നിപ്പോയി. അവരോട് സംവദിക്കാൻ ആചാര്യസഭയും ഞാനും എല്ലാം തൽപരരായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ ഒരു സംവാദ മത്സരമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പാർട്ടിസിപ്പന്റ് ആയി നിൽക്കുന്നു. ആ രീതിയിലുള്ള ഒരു മത്സരമാണ് കണ്ടത്. അപ്പൊ ഇതിൽ ഇന്നത്തെ മത്സരം നമുക്ക് അതുപോലെ ആവട്ടെ. മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ആദ്യം അമൃത വിദ്യാലയ ചാവക്കാട് തൃശൂർ. സ്വാഗതം ചെയ്യാം വ്യാസവിദ്യാലയ കാക്കനാട് കൊച്ചി. അപ്പൊ ഇതിൽ ഈ സംവാദ മത്സരം നമ്മൾ ആരംഭിക്കുകയാണ്. ആരംഭിക്കാം ഗരുഡ വ്യൂഹം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗരുഡ വ്യൂഹത്തിന്റെ ഒരു ഫോമാറ്റ്, ഈ ഒരു സംവാദ മത്സരത്തിന്റെ ഫോമാറ്റ് എന്നുള്ളത് ഇപ്പൊ ക്രിസ് പറയും. ഗരുഡ വ്യൂഹത്തിൽ രണ്ട് ടീമുകൾക്കും രണ്ട് വിഷയങ്ങളാണ് നൽകുക. അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. 4 മിനിറ്റ് നേരമാണ് നിങ്ങൾക്ക് സംവദിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അതിൽ നിങ്ങളുടെ വസ്തുതകൾ എത്ര ഭംഗിയായി അവതരിപ്പിക്കുന്നു, നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ വസ്തുതയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ അതിൽ ഓരോ കാരണങ്ങളൊക്കെ പറയുന്നത്, ഇതെല്ലാമാണ് ശരിക്കും തീരുമാനിക്കുന്നത്. ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇടയിൽ കയറി കൈ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംവാദത്തിലേക്ക് ഇടപെടാൻ സാധിക്കും. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇടപെടും. ഇത്രയുമാണ് ഗരുഡ വ്യൂഹം നടക്കുന്നത്. ഒരു വിഷയത്തിന് ആചാര്യസഭയിലെ ഓരോ അംഗങ്ങളും 10 മാർക്ക് വീതമാണ് നൽകുക. അങ്ങനെ 30 മാർക്ക് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ നേടാം. രണ്ടാമത്തെ വിഷയം വരുമ്പോൾ 30 മാർക്ക് വീണ്ടും നേടാൻ സാധിക്കും. അങ്ങനെ 60 മാർക്ക് വരെ നേടാൻ അവസരമുള്ള ഒരു രസകരമായ സംവാദമായിരിക്കും ഇവിടെ നടക്കുക. തയ്യാറാണല്ലോ അല്ലേ? അപ്പൊ ആദ്യത്തെ വിഷയം ഏതാണെന്ന് നമുക്ക് ചോദിക്കാം അല്ലേ? ഏതാണ് ക്രിസ് ആദ്യത്തെ വിഷയം? ആദ്യത്തെ വിഷയം മഹാഭാരതം ഇതിഹാസമാണ്, അത് ചരിത്രകഥയാണ്, കെട്ടുകഥയല്ല എന്ന് അമൃത വിദ്യാലയം ചാവക്കാട് നിങ്ങൾ അതായിരിക്കും പറയുക. അതായത് മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്രകഥയാണ്, ഇത് ഹിസ്റ്ററിയാണ്, ഇത് വെറും ഒരു ലെജൻഡ് അല്ല, കെട്ടുകഥയല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അതിനോടൊപ്പം തന്നെ വ്യാസവിദ്യാലയം നിങ്ങൾ വാദിക്കേണ്ടത് ഇത് കെട്ടുകഥയാണ്, ഇതിഹാസമല്ല എന്നാണ് നിങ്ങൾ വാദിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വ്യാസമഹർഷിയാൽ വിരചിതമായ മഹാഭാരതം ഭാരതത്തിന്റെ ചരിത്രം തന്നെയാണ്. ഒരു കഥ അല്ലെങ്കിൽ കേട്ടുകേൾവി, മിത്ത് എന്നിങ്ങനെയൊന്നും പറഞ്ഞു തള്ളാൻ സാധിക്കാത്തതാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ സ്ഥലങ്ങളുടെ പേരുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് ഒരു ചരിത്രമാകുന്നത്? സുഹൃത്തെ, വേറെയും തെളിവുകളുണ്ട്. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പാണ്ഡവരുടെ തലസ്ഥാനമായ ഹസ്തിനപുര, അങ്ങനെ പലതുമുണ്ട്. മാത്രമല്ല, ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഭീമനാൽ സ്ഥാപിതമായ ശിവലിംഗം ഉള്ള ക്ഷേത്രം, അതാണ് ഭീമശങ്കർ ക്ഷേത്രം. ആ പേരിൽ നിന്നും വ്യക്തമാണ് ഭീമനാൽ സ്ഥാപിതമായതാണെന്ന്. അതുപോലെ മറ്റു പല തെളിവുകളുമുണ്ട്. ഭീമസേനന്റെ ഗദ, അതുപോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉപയോഗിക്കപ്പെട്ട അനവധി അസ്ത്രങ്ങളും ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നു. ഇതെല്ലാം മഹാഭാരതം ചരിത്രമാണെന്ന് പറയുന്നതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഭീമൻ എന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്താ തെളിവ്? മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ കർണൻ. കുന്തി സൂര്യപുത്രനായിട്ടും സൂതപുത്രൻ ഭീമൻ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. മഹാഭാരതം തന്നെ അതിന് തെളിവാണ്, ഭീമൻ ജീവിച്ചിരുന്നു എന്നതിന്. 10,000 ആനകളുടെ ശക്തിയുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ആരും വിശ്വസിക്കുകയില്ല. പൂർവ്വകാലത്ത് അതുപോലെയുള്ള അനവധി മനുഷ്യർക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ജീവചരിത്രകാരന്മാർ തന്നെ തെളിയിച്ചിട്ടുണ്ട് അത് വെറും ഒരു കെട്ടുകഥയാണ്. കാരണം ഭീമൻ എന്ന 1000 ശക്തിയുള്ള ഒരാൾ ജീവിച്ചിരുന്നതിന് ഒരു തെളിവുകളും ഇതുവരെ പ്രശസ്ത പാശ്ചാത്യ നിരൂപകനായ വിന്റർ നീറ്റ്സ് പറഞ്ഞു തന്നെ നാം എടുക്കുകയാണെങ്കിൽ മഹാഭാരതം ഒരു ചരിത്രമാണ്, അതിലെ വ്യക്തികളെല്ലാം ഉണ്ടായിരുന്നവരാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തെല്ലാം മായാജാലങ്ങളാണ് കാണിക്കുന്നത്? അതെല്ലാം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നതാണോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് കൃഷ്ണൻ കാട്ടിക്കൂട്ടുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യനാണ് ഒരു വിരൽത്തുമ്പിൽ പർവ്വതമെടുത്ത് പൊക്കാൻ സാധിക്കുന്നതൊക്കെ? അങ്ങനെയാണെങ്കിൽ ഇനിയൊരു പ്രളയം വരികയാണെങ്കിൽ നിങ്ങൾ പറയുമല്ലോ മഹാത്മാഗാന്ധിയെ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്രകഥയാണ്, കെട്ടുകഥയല്ല എന്ന് അവർ പറയുന്നു. മഹാഭാരതം ചരിത്രമാകുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാകണമെങ്കിൽ അതിനൊരു കൃത്യമായ കാലഘടന വേണം. ഓരോ
ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഓരോ ചരിത്രകാരന്മാരും പറയുന്നത് ഓരോരോ കാലയളവുകളാണ്. ചിലർ പറയുന്നു ചിലർ യുഗാബ്ദങ്ങളുടെ കണക്ക് പറയുന്നു, ചിലർ വർഷങ്ങളുടെ കണക്ക്. മഹാഭാരതം കലിയുഗത്തിന് 200 വർഷങ്ങൾക്ക് മുമ്പ് എന്ന തെളിവുകളുണ്ട്. മാത്രമല്ല മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ കർണൻ. സൂതപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന കർണൻ. കർണന്റെ പിൻതലമുറ ഇപ്പോഴും ഭാരതത്തിൽ ജീവിക്കുന്നു. അവരെ ബില്ലന്മാർ എന്ന നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. അവർ ആ സൂര്യവംശം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം മഹാഭാരതം തെളിവാണെന്നതിന് സത്യമല്ലേ? 200 വർഷങ്ങൾക്ക് മുമ്പെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, കലിയുഗത്തിന് 200 വർഷങ്ങൾക്ക് മുമ്പ്. കലിയുഗം എന്ന് പറയുന്ന ഒരു കാലയളവ് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 മിനിറ്റ് കൂടിയുണ്ട്, സമാധാനം തുടരാം. വേദവ്യാസൻ എഴുതിയ സമയത്ത് മഹാഭാരതത്തിൽ വെറും 8000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ കാലഘട്ടത്തിലായി ഓരോരോ പല വ്യാസന്മാർ കൂട്ടിച്ചേർത്ത കഥകളായിരിക്കില്ലേ ഇപ്പോൾ മഹാഭാരതത്തിലുള്ളത്? അതുകൊണ്ടാണ് പല ചരിത്രകാരന്മാർ പലവരും പറയുന്നത് വ്യാസൻ ഒന്നല്ല പലവരാണെന്ന്. ഒരു വ്യക്തി ഒരു കഥ ഇന്ന് നമ്മൾ അധ്യാത്മ രാമായണം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റൊരു പുസ്തകത്തിലേക്ക് അതിനെ മാറ്റുകയാണെങ്കിൽ അത് എഴുതുന്നവർ അതിൻ്റെതായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തും. എന്ന് വെച്ചാൽ ആ വ്യക്തി അത് എഴുതിയില്ല എന്ന് നമ്മെ കൊണ്ട് പറയാൻ സാധിക്കില്ല. മഹാഭാരതം വെറും 8000 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 8000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,00,000-ൽ പരം ആകുന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ വ്യാസന്മാർ കൂട്ടിച്ചേർത്ത കഥകളായിരിക്കണം അത്. 15 സെക്കൻഡ് കൂടിയുള്ളൂ. ഭാരതം പഞ്ചമവേദ എന്നാണ് പറയുന്നത്. അതായത് മഹാഭാരതത്തെ 5ാം വേദമായി കാണുന്നു. ഇതിൽ നിന്നും വ്യക്തമാണ് മഹാഭാരതം ഒരു ചരിത്രമായതുകൊണ്ടാണ് ഇത്തരം ഒരു പദവി മഹാഭാരതത്തിന് നൽകിയത്. ഒരു ഭാരതീയനോട് അഥവാ ഒരു ഭാരതീയോട് 2 ഇതിഹാസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 2 മാത്രം, മഹാഭാരതം, രാമായണം എന്നാണ്.